ഹായ് വെൽക്കം ടു CC പ്ലസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് UPSC എന്താണ്, സിവിൽ സർവീസ് എന്താണെന്ന് കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട് IAS, IPS, കളക്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് ഗ്രൂപ്പിൽ വന്നൊരു ഡൗട്ടായിരുന്നു, ഈ കൊച്ചു കുട്ടികൾക്ക് ഈ IAS എന്നും കളക്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതെന്താണ്, ആ എക്സാം എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് UPSC, എന്താണ് സിവിൽ സർവീസ് എക്സാം, അവിടെ നിങ്ങൾക്ക് എങ്ങനെ എത്താം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ UPSC എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതായത് നമ്മുടെ UPSC എന്ന് പറയുന്നത് ഒരു വലിയ ഭരണഘടനാ സ്ഥാപനമാണ്. എന്താണ് ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ, അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബൃഹത്തായ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലേ. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള, അതായത് ആർട്ടിക്കിൾ 315 ടു ആർട്ടിക്കിൾ 323 വരെ പാർട്ട് 14 പറഞ്ഞിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് UPSC. അപ്പോൾ UPSC ഒത്തിരി പരീക്ഷകൾ നടത്തുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിൽ UPSC എന്ന് കേൾക്കുമ്പം ഞാനൊക്കെ UPSC പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് എല്ലാം എന്താ സിലബസ്, എക്സാമിൻ്റെ പാറ്റേൺ, ഓരോ പോസ്റ്റിലേക്കും ഓരോ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്, അതൊക്കെ എത്ര ക്ലിയർ ആയിട്ട് എത്ര ക്ലാരിറ്റിയോടെയാണ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് അറിയോ. അപ്പം അത്രയും നല്ല ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാവാൻ നമുക്കും പറ്റണം. അതായത് ഓരോ അഖിലേന്ത്യാ തലത്തിൽ, ഓൾ ഇന്ത്യ തലത്തിലുള്ള സർവീസുകളിലേക്ക് നമ്മളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നു, എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒത്തിരി പരീക്ഷകൾ നടത്തുന്ന UPSC നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ഇത്, നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം. അപ്പോൾ എന്താണ് സിവിൽ സർവീസ് എക്സാം? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ IAS, IPS, IFS, ഈ നമ്മൾ കേൾക്കുന്ന ഈ IAS, IPS മാത്രമല്ല കേട്ടോ. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ IFS ഉണ്ട്. IFS എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാം. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് വിദേശ രാജ്യങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അംബാസിഡർമാർ കാണും, ഹൈ കമ്മീഷണേഴ്സ് കാണും. അപ്പോൾ സെക്രട്ടറി പോസ്റ്റ് മുതൽ ഹൈ കമ്മീഷണേഴ്സ് വരെയുള്ള പോസ്റ്റിൽ. പിന്നെ നിങ്ങൾ ഈ കേൾക്കുന്ന IAS എന്ന് പറഞ്ഞാൽ കളക്ടർ മാത്രമല്ല, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ IAS ഓഫീസേഴ്സാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഏറ്റവും തലപ്പത്ത് ഹയസ്റ്റ് പോസ്റ്റിലിരിക്കുന്നത് IASകാരായിരിക്കും. അതുപോലെ തന്നെ IPS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോലീസ് സർവീസാണ്. അപ്പോൾ പോലീസിൻ്റെയും ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരാണ് ഇത്, IPSകാർ. അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ കാണുന്നതും പിന്നെ നമ്മുടെ ഈ യൂട്യൂബൊക്കെ ഇത്രയും എല്ലാവർക്കും ഈസിയായി നോക്കുന്നത് കൊണ്ട് തന്നെ അതിലൊത്തിരി കളക്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ടാവും അല്ലേ, ദിവ്യ SIR അതുപോലെയുള്ള കുറേ ആൾക്കാർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ, കളക്ടർ എന്നുള്ള ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് എന്തായിരിക്കും, പരിചിതമായിരിക്കും. പക്ഷേ കളക്ടർ മാത്രമല്ല, ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഈ IAS ഓഫീസർമാരെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ UPSC നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാം. അപ്പോൾ ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് എങ്ങനെയാണ്, 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുക. ഫസ്റ്റ് വൺ പ്രിലിമിനറി എക്സാം അഥവാ പ്രിലിംസ് എന്ന് പറയും. അതിൽ 2 പേപ്പേഴ്സാണ് ഉണ്ടാവുക. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പേഴ്സ്. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്നില്ലേ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും, എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും സോഷ്യൽ, സയൻസ്, അതുപോലെ അതിൽ സോഷ്യലിൽ ഏതൊക്കെ വരും, ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, കോൺസ്റ്റിറ്റ്യൂഷൻ വരും, അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റും അടങ്ങിയതാണ് നമ്മുടെ ഫസ്റ്റ് പേപ്പർ. അത് ഒബ്ജക്റ്റീവ് MCQ മോഡലായിരിക്കും, 100 ചോദ്യങ്ങൾ ഉണ്ടാവും, അതിന് ആൻസർ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ പേപ്പറാണ് CSAT. എന്താണ് CSAT എന്ന് പറഞ്ഞാൽ? CSAT സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി പോയിരിക്കുന്ന ആളാണ് അല്ലേ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹയസ്റ്റ് അതോറിറ്റിയാണ് നമ്മൾ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ലോജിക്കലായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ, ഒരു പ്രശ്നം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ നമുക്ക് ലോജിക് ഉണ്ടോ, ബേസിക് മാത്സ് ഉണ്ടോ, ബേസിക് ഇംഗ്ലീഷ്, അതായത് ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതിനെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനാണ് ഏത് CSAT നടക്കുന്നത്. അതിന് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു മാത്സ് വേണം, പിന്നെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത് സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഇതൊരു എന്താണ് സെലക്ഷൻ പ്രോസസ്സാണ്. ഈ സ്റ്റേജ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സ്റ്റേജാണ് മെയിൻസ് എക്സാമിനേഷൻ. അതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് നമ്മുടെ OMR ഷീറ്റിൽ കറുപ്പിക്കലല്ല, ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. അപ്പം നന്നായിട്ട് എഴുതാനുള്ള കഴിവ് വേണം, അതായത് പ്രസൻറ്റേഷൻ സ്കില്ല് വേണം. എഴുതാന്ന് പറഞ്ഞാൽ ഒത്തിരി വാരി വലിച്ച് എഴുതുകയല്ല, അവർ തന്നിരിക്കുന്ന ആ സ്പേസിനുള്ളിൽ നമുക്ക് കൃത്യമായി നമുക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ സ്കൂളിലെ കഥകളൊക്കെ പേരൻസിനോട് വന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ നീട്ടി വലിച്ച് കുറേ സമയം എടുത്തിട്ട് ഒന്ന് വേഗം പറ എന്ന് ചിലപ്പോൾ നമ്മളോട് അമ്മയൊക്കെ പറയാറില്ലേ. അപ്പോൾ അതുപോലെ UPSCക്കും അങ്ങനെ നീട്ടി വലിച്ച് കേൾക്കാനുള്ള സമയമില്ല. അപ്പോൾ അവരൊരു സ്പേസ് തന്നിട്ടുണ്ടാവും. ആ സ്പേസിനകത്ത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ വേണം, അതായത് പ്രസൻറ്റ് ചെയ്യാൻ. അതിന് നമുക്ക് ചിത്രങ്ങൾ ഉപയോഗിക്കാം, നമ്മുടെ സ്കില്ലാണത്. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾ പറയാം. നമ്മളിപ്പം സ്കൂളിലൊക്കെ എക്സാം എഴുതുന്ന പോലെ നീട്ടി വലിച്ച് എഴുതണമെന്നില്ല, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാം. അതിന് ഗ്രാഫ് ഉപയോഗിക്കാം, ചാർട്ട് ഉപയോഗിക്കാം, ചിത്രങ്ങൾ ഉപയോഗിക്കാം, ടേബിൾസ് ഉപയോഗിക്കാം, പോയിന്റ് ആയിട്ട് എഴുതാം. അങ്ങനെ ഏത് രീതിയിലായാലും ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി പോവാം. അപ്പോൾ അതിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? തേർഡ് സ്റ്റേജിലേക്ക് പോകും. അതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ നോളജ് അല്ല ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നോളജ് ഓൾറെഡി അവിടെ ടെസ്റ്റ് ചെയ്തു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മുടെ ബയോഡാറ്റ, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡാറ്റ ഓൾറെഡി അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെയും കൂടെ ബേസ് ചെയ്തായിരിക്കും നമ്മളോട് ആര് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഇൻ്റർവ്യൂ ബോർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യന് നമ്മൾ കൃത്യമായ ആൻസർ പറഞ്ഞാൽ അത് പറഞ്ഞു നോളജ് ബേസ്ഡ് ആയിരിക്കും. ഫാക്റ്റ് വേണം നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ. പക്ഷേ ആ ഓരോ ആൻസറിലും നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ ഒപ്പീനിയൻസ് എങ്ങനെയൊക്കെ ഫോം ചെയ്യുന്നു എന്നതുകൂടിയാണ് അവർ അവിടെ നോക്കുക. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാർക്കിടും. അങ്ങനെ ലാസ്റ്റ് മെയിൻസിൻ്റെയും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെയും രണ്ടിൻ്റെയും കൂടെ മാർക്ക് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് വരും? നമ്മുടെ റിസൾട്ട് വരും, റാങ്ക് ലിസ്റ്റ് വരും. അതിൽ ഹയസ്റ്റ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താകും? നമ്മൾ റാങ്ക് ലിസ്റ്റിനുള്ളിൽ വരും. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ആൾക്ക് IAS കിട്ടും, പിന്നെ IFS കിട്ടും, IPS കിട്ടും. പിന്നെ അതിൻ്റെ താഴേക്ക് ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C എന്ന് പറഞ്ഞ സർവീസസ് ഒക്കെ ഉണ്ട്, IRS ഉണ്ട്. അങ്ങനെ ഒത്തിരി സർവീസസിലേക്ക് നമ്മൾ സെലക്ട് ആവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ശരിക്കും ഈ ഒരു പ്രോസസ്സിലേക്ക് കടന്നു. ഞാനൊക്കെ UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, മനോഹരമായൊരു സിലബസ് ആണ് ഇതിൽ എന്താ പറയുക നമ്മുടെ UPSC ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഓരോ കുട്ടിയും ശരിക്കും UPSC കോച്ചിങ് എടുക്കണം എന്നാണ് പറയാം. അതായത് ആ ഒരു പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ആ നോളജിനോടുള്ള ഇഷ്ടം വരും. കറക്റ്റായിട്ട് വെറുതെ ഫാക്റ്റ് മാത്രം മെഗപ്പ് ചെയ്യലല്ല UPSC എന്ന് പറയുന്നത്. UPSCക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് ഇമ്പോർട്ടൻസ്. അതായത് എത്ര നന്നായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചൊരു കാര്യം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും, എക്സാമിന് എഴുതി ഫുൾ A+, ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ തൊട്ടടുത്ത ദിവസം നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എന്തെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വേർഡ് കേട്ട് അതെന്താ മോളെ, എന്താ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ എക്സാമിന് നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് UPSC ടെസ്റ്റ് ചെയ്യുന്ന എന്താ? ഒരു കാര്യം ഒരു സാധാരണക്കാരൻ അതറിയില്ലാത്ത ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആ ലെവലിലുള്ള നോളജാണ് നമുക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എർത്തിൻ്റെ ഘടന എന്താണ്, ഇൻറ്റീരിയർ എർത്ത് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നോർമലി മനസ്സിലാക്കാൻ ഒരാൾ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് UPSC ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാം എഴുതാൻ ഫാക്റ്റ് വേണം, ഫാക്റ്റ് വേണ്ട എന്നല്ല, ഫാക്റ്റ് വേണം. ഫാക്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കൃത്യമായി പ്രൂഫ് ബേസിൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. പക്ഷെ എന്തല്ല പ്രധാനം? ഫാക്റ്റ് മാത്രമല്ല, കോൺസെപ്ച്വൽ ക്ലാരിറ്റി. അത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി. അപ്പോൾ അത് അത്രത്തോളം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് അത് അത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടാവണം. പിന്നെ ഈ UPSC സിലബസിൽ എല്ലാ സബ്ജക്റ്റും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 360 ഡിഗ്രി പഠനമാണ് വരുന്നത്. അതായത് ജോഗ്രഫി പഠിക്കുന്നു, നമ്മൾ നിൽക്കുന്ന ഭൂമി അല്ലെങ്കിൽ അതിൻ്റെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. അതുപോലെ ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യയുടെ ഫിസിയോഗ്രാഫി പഠിക്കുന്നു, കേരള ഫിസിയോഗ്രാഫി പഠിക്കുന്നു, വേൾഡിൻ്റെ ഫിസിയോഗ്രാഫി പഠിക്കുന്നു. അപ്പോൾ എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു പ്രദേശം അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ ഹിസ്റ്ററി പഠിക്കുമ്പോണ്ടല്ലോ മക്കളെ, നമുക്ക് ചില അഹങ്കാരങ്ങൾ, ചില എന്താ പറയുക പ്രൗഡ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ തന്നെ ഇല്ലാതായിക്കോളും. അത് ആ പഠിക്കേണ്ട രീതിയിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടെ പഠിച്ചാൽ മാത്രമേ. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ, അതിനിങ്ങനെ നിൽക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ സ്ട്രഗിൾസ് ഉണ്ട് അതിൽ.
അതിൽ ഇന്ത്യയുടെ കേസ് എടുത്താൽ തന്നെ ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾ കണ്ടതാണ് അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹ, അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെ, ആ കൂട്ടക്കൊലയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എത്ര സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ആ ഒരു മൈതാനത്ത്, ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന മൈതാനത്ത് വെടിയേറ്റു വീണത്. അപ്പൊ അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ നാഷണൽ ലീഡേഴ്സിന്റെയും അതുപോലെ തന്നെ സാധാരണ പേരറിയുന്ന ഒരുപാട് ദേശീയ നേതാക്കൾ നമുക്കുണ്ട്. പക്ഷെ പേരറിയാത്ത, അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുടെ ആ ഒരു ജീവത്യാഗത്തിന്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന, നിയമങ്ങൾ, നമ്മുടെ റൈറ്റ്സ് മാത്രമല്ല, നമ്മളെപ്പോഴും റൈറ്റ്സിനെ പറ്റി, നമ്മുടെ അവകാശങ്ങളെ പറ്റി ഘോര സംസാരിക്കും അല്ലേ. നമ്മുടെ പേരൻസിനോടായാലും നമ്മുടെ ഫ്രണ്ട്സിനോടായാലും ടീച്ചേഴ്സിനോടായാലും ഒക്കെ നമ്മുടെ റൈറ്റിനെ പറ്റി സംസാരിക്കും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ 6 റൈറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പക്ഷേ ഇപ്പറേ നോക്കണം, 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഡ്യൂട്ടീസ്, കാര്യങ്ങൾ, പിന്നെ ഓരോ ഡീറ്റെയിലിങ് എല്ലാം പഠിക്കും. പിന്നെ നമ്മുടെ ഇക്കോണമി, സമ്പദ് വ്യവസ്ഥ അല്ലേ, സമ്പത്തില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഓൾറൗണ്ട് ആയിട്ട് പഠിക്കുമ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അവിടെ രൂപപ്പെടുന്നു. അപ്പോൾ ഈ ഇപ്പോൾ സിവിൽ സർവീസ് എക്സാം ഇപ്പോഴേ പഠിക്കണോ? അപ്പോൾ ഈ കുഞ്ഞുകുട്ടി നമുക്ക് ചിലപ്പോൾ സിനിമയിലോ എവിടെയെങ്കിലും കണ്ട് അട്രാക്റ്റീവ് ആയിട്ടായിരിക്കാം ഈ കുട്ടി എനിക്ക് സിവിൽ സർവൻ്റ് ആവണം അല്ലെങ്കിൽ IAS ആവണമെന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഭാവിയിൽ കുറച്ചങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ അവനിപ്പോൾ ആ ആഗ്രഹമില്ല, മറ്റൊരാഗ്രഹമാണ്. അപ്പോൾ ഈ പഠിച്ചത് വേസ്റ്റ് ആവില്ലേ? വേസ്റ്റ് ആവുമോ? ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയേ? വേസ്റ്റ് ആവുമോ? ഇല്ല. കാരണം നമ്മൾ നടക്കുന്ന ചുറ്റുപാട്, നമ്മൾ സഞ്ചരിക്കുന്ന പാത, കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കറൻ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു UPSC ഉണ്ടാക്കി വെച്ച ഈ സിലബസിൽ ഒരു കുട്ടി 1 വർഷം, അത് സിവിൽ സർവൻ്റ് ആവുന്ന ആളായിക്കോട്ടെ അല്ലാത്ത ആളായിക്കോട്ടെ, ശരിക്കും പഠിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയാം. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു അഭിപ്രായം, ശരിക്കും എല്ലാത്തിലും നല്ലൊരു ഒപ്പീനിയൻസ് തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും കഴിയും. അപ്പോൾ സിവിൽ സർവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർവൻ്റ് ഓഫ് ദി സൊസൈറ്റിയാണ് അല്ലെ. സിവിൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്ത്യൻ പൗരൻ. അപ്പോൾ ഇന്ത്യൻ പൗരനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സ്റ്റാറ്റസ് സിംബലിന് അപ്പുറത്തേക്ക് ഒരു സിവിൽ സർവൻറ്റിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാറ്റസ് ഇഷ്ടപ്പെട്ട ആ ഒരു പവർ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരോട് പറയാണ്, ഇപ്പം നമ്മൾ സിവിൽ സർവൻ്റ് ആണെന്ന് പറഞ്ഞു, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ സൊസൈറ്റീനെ സെർവ് ചെയ്യണം, 24 hours ചിലപ്പോൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് പ്രിവിലേജ് ഒക്കെ കിട്ടും അല്ലേ, കുറച്ച് സപ്പോർട്ടൊക്കെ ഗവൺമെൻറ് തരും അല്ലേ. നല്ല ഹൗസ്, വണ്ടി, കാര്യങ്ങൾ, വേണ്ട സർവീസസ് ഒക്കെ എന്ത് തരും? ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഏത് മേഖല ഇഷ്ടപ്പെടുന്ന ആൾക്കും ശരിക്കും ഈ ഒരു UPSC പഠനം അല്ലെങ്കിൽ ഈ സിവിൽ സർവീസിൻ്റെ ഈ ഒരു സിലബസിലേക്കുള്ള ഒരു നോട്ടം അതെന്തായാലും നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതിൽ കാണുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സബ്ജക്റ്റൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ഒരു ഫിലിമിൽ പറഞ്ഞ പോലെ അല്ലേ, സിവിൽ സർവൻ്റ് IAS ഓഫീസർ ആണെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ ഈ സിവിൽ സർവൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിനിങ് പീരീഡിലൊക്കെ ഭാരത് ദർശൻ എന്നൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഇന്ത്യ മുഴുവൻ നമുക്ക് കാണാം, ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, അവിടുത്തെ ജോഗ്രഫിയും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ എന്ത് വേണം? സിവിൽ സർവൻറ്റ് പഠനം. പിന്നെ സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് മിനിമം. ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. അത് BA ആവാം, BSc ആവാം, BTech ആവാം, ഏത് സബ്ജക്റ്റ് ആവാം, MBBS ആവാം, ഏത് സബ്ജക്റ്റിലുള്ള ഡിഗ്രി എടുക്കുക. ഓക്കെ. അപ്പോൾ ഡിഗ്രി നിങ്ങളിപ്പോൾ വളർന്ന 4ാം ക്ലാസ്സിലുള്ള കുട്ടി വളർന്ന് ഇവിടെ ഡിഗ്രി എത്തുമ്പോഴത്തേക്ക് സിലബസ് ഒക്കെ മാറില്ലെന്ന് തോന്നും. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മാറില്ല. നമ്മളിത് പഠിക്കാനുള്ളൊരു ടെൻഡൻസി, നമ്മുടെ ന്യൂറോൺസ് ഡെവലപ്മെൻറ്റ് ആ രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരും തോറും ആ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് പഠിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിലബസ്, ഇപ്പോഴുള്ള സിലബസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബേസായി അല്ലേ. ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ പേര് തന്നെ, അതാണ് എന്താണ്? സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാൽ മാത്രമേ മുമ്പോട്ടുള്ളത് എന്താ സൂപ്പറായിട്ട് അവിടെ തന്നെ നിൽക്കുള്ളൂ, ഇല്ലെങ്കിലെല്ലാം ഇടിഞ്ഞു വീഴും അല്ലേ.
അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമുക്ക് 4ാം ക്ലാസ്സിലെ കുട്ടി ഇപ്പം 4ാം ക്ലാസ്സിലെ കുട്ടീനെ പഠിപ്പിക്കുന്ന പോലെയല്ല 10ാം ക്ലാസ്സിലെ കുട്ടീനെ പഠിപ്പിക്കുക. ആ ഒരു ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ടോപ്പിക്സ് സെയിം ആണെങ്കിൽ പോലും 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കേണ്ടത് എന്താണ്, ആ ലെവലിൽ അവനെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കേണ്ടത് എന്താണ്, ആ ലെവലിൽ അവളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാവും. അപ്പോൾ കുട്ടിക്ക് എന്ത് തോന്നും, ആ രീതിയിൽ നമ്മുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ തന്നെ ഗൂഗിൾ മീറ്റിൽ നമ്മൾ ലൈവ് ക്ലാസ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ കാണുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ്സിലുള്ള കുട്ടിയെല്ലാം നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചിലപ്പം നമ്മുടെ ഇൻട്രാക്റ്റീവ് ക്ലാസ്സിൽ ആൻസറൊക്കെ പറയാൻ ഭയങ്കര മടിയായിരിക്കും, ചിലപ്പോൾ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ലാസ്റ്റ് ഒരു 5-6 ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്, കൂടുതൽ ഇൻട്രാക്റ്റീവായിട്ട് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പേഴ്സണാലിറ്റി കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ഈ ഒരു ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ നോളജ് മാത്രം പോരാ, സ്കിൽസ് വേണം, സംസാരിക്കാനുള്ള കഴിവ് വേണം, ഇന്റർപേഴ്സണൽ സ്കിൽസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഗ്രൂപ്പാണ് രൂപപ്പെടുന്നത്, ഈ സിവിൽ സർവൻസിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലേ, ഒരു കുഞ്ഞ് സിവിൽ സർവൻസിൻ്റെ ഗ്രൂപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഡിസ്കഷൻസ് നടക്കും. ആ ഡിസ്കഷൻസ് ആ രീതിയിലുള്ളതായിരിക്കും. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ കറണ്ടായിട്ട് നടക്കുന്ന അവയർനെസ് പ്രോഗ്രാമൊക്കെ മയക്കുമരുന്ന് ലഹരിക്കൊക്കെ എതിരായിട്ട് നടക്കുന്ന ക്യാമ്പയിൻസൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. ശരിക്കും എന്താണ് ലഹരി അല്ലേ? നമ്മളിപ്പോൾ യൂട്യൂബ് തന്നെ സ്ക്രോൾ ചെയ്യാനിരുന്നാൽ മണിക്കൂറുകളോളം നമ്മൾ റീൽസ് ഷോർട്സൊക്കെ സ്ക്രോൾ ചെയ്ത് പോകും അല്ലേ. ശരിക്കും അവിടെ നമ്മൾ ലഹരി, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തരുന്നു, നമ്മൾ സമയം അറിയാതെ അതിൽ തന്നെ അഡിക്റ്റായി പോകുന്നു. അതാണ് ശരിക്കും ലഹരി. അപ്പം നമ്മൾ ഈ ഒരു UPSC അല്ലെങ്കിൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ നോളജ് ഇതിനോടൊക്കെ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് ലഹരികളിലേക്കൊന്നും തിരിയേണ്ടി വരില്ല. അത് പേരൻസ് ആയാലും കുട്ടികളായാലും ശ്രദ്ധിക്കുക. പേരൻസ് കുട്ടികളെ നല്ല ലഹരികളിലേക്ക് ഡൈവേർട്ട് ആക്കി കഴിഞ്ഞാൽ അവർ ആ വഴിക്ക് വരും, ആ വഴിക്ക് ചിന്തിക്കും. പിന്നെ മറ്റ് സൈഡുകളിലേക്കൊന്നും ചിന്തിക്കാൻ ശരിക്കും പറഞ്ഞാൽ അവർക്ക് സമയം ഉണ്ടാവില്ല. സ്കൂളിലത്തെ പഠിക്കണം, പിന്നെ ഈ രീതിയിലൊരു വൈഡായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകാനുള്ള ഒരു സ്പേസ് അവർക്ക് അവിടെ ഇല്ലാതെ വരും. അപ്പോൾ ആ രീതിയിൽ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യുക, ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ ന്യൂറോൺസിനെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ചെറിയ പ്രായം തന്നെയാണ്. ഇപ്പം എവിടെ വായിച്ചിട്ടില്ലേ, കുട്ടികളെയും പട്ടികളെയുമാണ് ഷൂട്ടിങ്ങിന് ഏറ്റവും ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണ്, അതായത് സിനിമയിലൊക്കെ. അപ്പോൾ അതായത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളെ നോക്കിയാൽ മതി. നമ്മൾ ഏത് രീതിയിലാണോ അവരെ കെയർ ചെയ്യുന്നത്, ഏത് രീതിയിലാണോ വളർത്തുന്നത്, ഏത് രീതിയിലാണോ അവരോട് സംസാരിക്കുന്നത്, ആ രീതിയിലായിരിക്കും അവർ നമ്മളോട് പെരുമാറുക. അപ്പം നമ്മൾ വളരെ സ്വീറ്റായിട്ട് വേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ ആ റെസ്പെക്റ്റ് അവർ ഇങ്ങോട്ടും കാണിക്കും. കുട്ടികളാണെന്ന് കരുതി നീ കുട്ടിയാണ് എന്നുള്ള രീതിയിൽ അവരെ ഷൗട്ട് ചെയ്യാൻ നിന്നാൽ അവർക്കും ദേഷ്യം വരും. നമ്മൾ അവർക്കൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്താൽ നീയും ഒരു ഒരു സിറ്റിസൺ ആണ് എന്നുള്ള രീതിയിലുള്ളൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്താൽ ആ രീതിയിൽ അവർ നമ്മളോട് പെരുമാറുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുട്ടികളെ ഇപ്പോഴേ മോൾഡ് ചെയ്തുകൊണ്ടുവരിക. അപ്പോൾ അതിന് ഇതുപോലുള്ള കോഴ്സുകളിലേക്കൊക്കെ അവരെ ഇൻക്ലൂഡ് ചെയ്യുക, സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിലേക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ മറ്റു രീതിയിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ചിന്തകളൊന്നും പോവില്ല, പ്രവർത്തികൾ പോവില്ല. അപ്പം നമുക്ക് പുതിയ നല്ലൊരു സൊസൈറ്റി, നല്ലൊരു ഇന്ത്യ, ലഹരിയൊന്നും ഇല്ലാത്തൊരു ഇന്ത്യനെ വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മാക്സിമം നിങ്ങൾ നോക്കുക, നമ്മുടെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക, നമ്മുടെ ക്ലാസ്സുകൾ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ഭാഗമാവുക. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ്. അപ്പോൾ കൂടുതൽ കോഴ്സിനെ കുറിച്ച് അറിയാനും അഡ്മിഷൻ എടുക്കാനും വേണ്ടി CC+ൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ബാച്ചുകളായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ഒരേ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ ആ വ്യത്യസ്തമായ ക്ലാസ്സുകളിലേക്കും കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്കും ജോയിൻ ചെയ്യുന്നതിനായി CC+ൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ അടുത്ത ടോപ്പിക്കുമായി, നമ്മുടെ സബ്ജക്ട് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സി യു, താങ്ക് യു.